Good morning, dear students. Today we are going to study about conjugation in bacteria. Conjugation, it is a mechanism of exchange of genetic material between bacteria. Lederberg and Tatum in 1946 discovered sexual conjugation in E. coli. Conjugation is the one-way transfer of DNA from a donor cell to a recipient cell through a specialized intracellular connection called conjugation 2. The donor or the male cell differs from the recipient or the female cell in having an extra chromosomal plasmid known as sex factor or fertility factor or F factor. F factor is a circular double-stranded DNA with a molecular weight of 35 into 10 raised to 6 Dalton and is having 1 lakh base pairs. Bacterial cells with F factors are called F positive cells and those without F factors are called F negative cells. അപ്പോൾ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത് രണ്ട് ബാക്ടീരിയൽ സെല്ലുകൾക്കിടയിൽ നടക്കുന്ന ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച് ആണ്. അത് കണ്ടുപിടിച്ചത് ലെഡർബർഗ് ആൻഡ് ടേറ്റം ഇക്കോളയിൽ സെക്ഷൽ കോഞ്ചുഗേഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് 1946 കോഞ്ചുഗേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ബാക്ടീരിയൽ സെല്ലുകൾ വേണം. അതിൽ ഒരു സെല്ലെന്ന് പറയുന്നത് ഡോണർ സെല്ലും മറ്റൊരു സെല്ല് റിസിപ്പിയൻ സെല്ലുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡോണർ സെല്ല് ഒരു ജനറ്റിക് മെറ്റീരിയൽ അധികത്തിൽ പൊസസ് ചെയ്യുന്ന സെല്ലായതുകൊണ്ടാണ് അതിനെ ഡോണർ സെല്ലെന്ന് പറയുന്നത്. റിസിപ്പിയൻ സെല്ലിൽ ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇല്ലായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയയ്ക്ക് അതിൻ്റെ മെയിൻ ക്രോമസോം കൂടാതെ, മെയിൻ ക്രോമസോമിനെ നമ്മൾ ബാക്ടീരിയൽ ക്രോമസോം അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്ന് പറയും. അത് കൂടാണ്ട് അതിന് എക്സ്ട്രാ ക്രോമസോമലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ പ്ലാസ്മിഡ്സ് എന്നാണ് പറയുന്നത്. പ്ലാസ്മിഡ്സിൻ്റെ പ്രത്യേകത അത് സർക്കുലറാണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്, 2 സ്ട്രാൻഡ് ഉണ്ട്. ബാക്ടീരിയയുടെ മെയിൻ ക്രോമസോമും അതുപോലെ തന്നെ സർക്കുലറാണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്. പ്ലാസ്മിഡ്സും സർക്കുലറാണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്. എല്ലാ പ്ലാസ്മിഡ്സും കോഞ്ചുഗേഷന് സഹായിക്കത്തില്ല. ചില പ്ലാസ്മിഡ്സ്, ആ പ്ലാസ്മിഡ്സിനെ നമ്മൾ ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ സെക്സ് ഫാക്ടർ അല്ലെങ്കിൽ എഫ് ഫാക്ടർ എന്ന് പറയും. ആ ഫാക്ടേഴ്സ് ആണ് ആ ഫാക്ടേഴ്സ് ഉള്ള പ്ലാസ്മിഡാണ് കോഞ്ചുഗേഷന് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ എല്ലാ ബാക്ടീരിയകളിലും പ്ലാസ്മിഡ്സ് ഇല്ല. പ്ലാസ്മിഡ്സ് ഉള്ള എല്ലാ ബാക്ടീരിയകളിലും ഈ എഫ് ഫാക്ടർ അല്ലെങ്കിൽ സെക്സ് ഫാക്ടർ കാണണമെന്നുമില്ല. അപ്പോൾ ആ എഫ് ഫാക്ടർ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ ഉള്ള ബാക്ടീരിയകൾ മാത്രമേ കോഞ്ചുഗേഷൻ എന്നുള്ള പ്രോസസ്സിന് വിധേയമാകത്തുള്ളൂ. അപ്പോൾ കോഞ്ചുഗേഷനിൽ എഫ് ഫാക്ടേഴ്സ് പൊസസ് ചെയ്യുന്ന ബാക്ടീരിയ നമ്മൾ ഡോണർ സെല്ലെന്നും എഫ് ഫാക്ടേഴ്സ് ഇല്ലാത്ത സെൽസിനെ നമ്മൾ റിസിപ്പിയൻ സെൽ അല്ലെങ്കിൽ എഫ് നെഗറ്റീവ് സെൽസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ എഫ് പോസിറ്റീവായിട്ടുള്ള ഡോണർ സെല്ലിൽ നിന്ന് എഫ് നെഗറ്റീവായിട്ടുള്ള റിസിപ്പിയൻ സെല്ലിലേക്ക് എങ്ങനെയാണ് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് കോഞ്ചുഗേഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ എഫ് ഫാക്ടറിന് ഏകദേശം 35 into 10 raised to 6 മോളിക്കുലാർ വെയിറ്റ് ഉണ്ട്. ഏകദേശം 1 lakh ബേസ് പെയർസ് ഉള്ള ഒരു ജനറ്റിക് മെറ്റീരിയലാണ്. Conjugation always takes place between a F positive cell and a F negative cell, and during conjugation an F positive cell readily establish connection with a F negative cell through an appendage called conjugation pili or F pilus that extends from the surface of the F positive cell to the F negative cell. Later this appendage modified as a protoplasmic channel through called conjugation tube between these two cells, and the formation of F pilus is controlled by Fg. So during the process of conjugation the two cells come in contact by means of a channel called conjugation tube. ഈ കോഞ്ചുഗേഷൻ ട്യൂബ് എന്ന് പറയുന്നത് രണ്ട് ബാക്ടീരിയൽ സെല്ലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കോഞ്ചുഗേഷൻ ട്യൂബിൻ്റെ ഫോർമേഷന് സഹായിക്കുന്ന ഒരു അപ്പൻറ്റേജ് ഉണ്ട് ബാക്ടീരിയയിൽ. അത് എഫ് പോസിറ്റീവ് സെൽസിലായിരിക്കും കാണപ്പെടുന്നത്. ആ അപ്പൻറ്റേജിൻ്റെ പേര് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സെക്സ് പിലി അല്ലെങ്കിൽ ഫിംബ്രിയ എന്ന് പറയും, കോഞ്ചുഗേഷൻ പൈലി എന്നും പറയും. അപ്പോൾ ആ എഫ് പൈലി എന്നുള്ള ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, എഫ് പോസിറ്റീവ് സെൽസിൽ നിന്നും എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ എഫ് നെഗറ്റീവ് സെല്ലിൻ്റെ സർഫസിൽ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ അല്ലെങ്കിൽ അതിൻ്റെ സെൽ വോളിൽ വരുമ്പോൾ അത് അവിടെ വെച്ച് അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ എഫ് പൈലസ് രണ്ട് സെല്ലിനെയും കൂടെ കണക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു കോഞ്ചുഗേഷൻ ട്യൂബ് ഫോം ചെയ്യുന്നു. ഈ പ്ലാസ്മിഡ് അല്ലെങ്കിൽ എഫ് ഫാക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ഈ രണ്ട് ബാക്ടീരിയയുടെയും പ്രോട്ടോപ്ലാസം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ട് ഈ കോഞ്ചുഗേഷൻ ട്യൂബ് ആക്ട് ചെയ്യുന്നു. ഇനി ഈ എഫ് പൈലസിൻ്റെ ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്നത് എഫ് പോസിറ്റീവ് സെൽസിലുള്ള എഫ് ജീൻസ് ആയിരിക്കും.
അപ്പോൾ കോഞ്ചുഗേഷനിൽ മെയിനായിട്ടുള്ള ഒരു അപ്പൻറ്റേജാണ് എഫ് പൈലസ് അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ പൈലി എന്ന് പറയുന്ന സ്ട്രക്ചർ. ആ സ്ട്രക്ചർ എഫ് പോസിറ്റീവ് സെല്ലിൽ നിന്നും എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊരു ചാനൽ ഫോം ചെയ്യുന്നു. അതുവഴിയായിരിക്കും ഈ എഫ് ഫാക്ടർ എഫ് പോസിറ്റീവ് സെല്ലിൽ നിന്ന് എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Mechanism of conjugation. During conjugation, the only genetic material that is transferred from the donor cell to the recipient cell is the F factor. F positive cell will transfer a single copy of the F factor to the F negative cell. It retains at least one copy for itself. F cells that receives F negative cells that receives the F factor get transferred into an F positive cell. One of the two strands of the DNA double helix of the F factor is cut and the cut end is drawn from the towards the F negative cell through the conjugation tube with the 5' end in the front. The rest of the DNA strand follows sequentially in a linear order. The other strand of F factor DNA remains in the donor cell. അപ്പോൾ എങ്ങനെയാണ് ഒരു കോഞ്ചുഗേഷൻ ട്യൂബിൽ കൂടെ കോഞ്ചുഗേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ സമയത്ത് എഫ് ഫാക്ടർ ഡോണർ സെല്ലിൽ നിന്ന് റെസിപ്പിയൻ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം എഫ് ഫാക്ടർ ഉള്ള സെല്ല് എഫ് പോസിറ്റീവ്, ഇല്ലാത്ത സെല്ല് എഫ് നെഗറ്റീവ്, അത് രണ്ടും കൂടെ കോഞ്ചുഗേഷൻ ട്യൂബിൻ്റെ സഹായത്തോടെ കണക്ഷനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ എഫ് പോസിറ്റീവ് സെല്ലിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഫ് ഫാക്ടറാണ് ഉള്ളത്. അതിലെ ഒരു സ്ട്രാൻഡ്, അതിൻ്റെ ഒരു സ്ട്രാൻഡിൻ്റെ ഒരു പോർഷനിൽ ഒരു ബ്രേക്ക് വരും. അപ്പോൾ ഔട്ടറായിട്ടിരിക്കുന്ന സ്ട്രാൻഡിൻ്റെ ഒരു ഭാഗത്തൊരു ബ്രേക്ക് ഫോം ചെയ്യും. എന്നിട്ട് അതിൻ്റെ 5' എൻഡ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ബ്രേക്ക് വരുമ്പോൾ അവിടെ ഒരു 5' എൻഡും 3' എൻഡും ഫോം ചെയ്യും. ആ 5' എൻഡ് മുമ്പിൽ വരുന്ന രീതിയിൽ ആ 5' എൻഡ് അവിടുന്ന് പതുക്കെ ഒരു ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ പീൽ ചെയ്തെടുക്കുമ്പം ഒരു വട്ടത്തിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കത്തില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിങ്ങനെ അഴിഞ്ഞെടുക്കുമ്പോൾ 5' എൻഡ് ആദ്യം എന്ത് ചെയ്യുന്നു, കോഞ്ചുഗേഷൻ ട്യൂബ് വഴി ഇവിടേക്ക് എത്തുന്നു, എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് എത്തുന്നു. അപ്പം ഇത് ഡബിൾ സ്റ്റാൻഡേർഡിലെ ഒരു സ്ട്രാൻഡ് മാത്രമേ അഴിഞ്ഞെവിടെ എത്തത്തുള്ളൂ, എഫ് നെഗറ്റീവ് സെല്ലിൽ എത്തത്തുള്ളൂ. മറ്റേ സ്ട്രാൻഡ് ഇന്നർ സ്ട്രാൻഡ് എപ്പോഴും എഫ് പോസിറ്റീവ് സെല്ലിൽ തന്നെ ഇരിക്കും. അപ്പോൾ എഫ് പോസിറ്റീവ് സെൽ എപ്പോഴും ഒരു കോപ്പിയെങ്കിലും സ്വന്തമായിട്ട് റീറ്റെയിൻ ചെയ്യും. കാരണം അതിന് ഒരാൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ അതിന് എഫ് നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല. അപ്പം ഒരു കോപ്പിയെങ്കിലും അയാൾ റീറ്റെയിൻ ചെയ്യും. അതുപോലെ എഫ് ഫാക്ടർ ഒറ്റ ഒരെണ്ണേ കാണാവുന്ന നിർബന്ധമൊന്നുമില്ല, ഒത്തിരിയേറെ എഫ് ഫാക്ടേഴ്സ് കാണാം. അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്തിട്ടായിരിക്കും എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പം അതിൻ്റെ മറ്റേ ഇന്നർ സ്ട്രാൻഡ് എപ്പോഴും അത് റീറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു സ്ട്രാൻഡിനെ കോഞ്ചുഗേഷൻ ട്യൂബ് വഴി 5' എൻഡ് മുന്നിൽ വരത്തക്കവണ്ണമുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ അപ്പം ബാക്കിയുള്ള 5' എൻഡിന് പുറകിലോട്ടുള്ളത് ആ ലീനിയർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഓർഡറിൽ തന്നെ ആ കോഞ്ചുഗേഷൻ ട്യൂബ് വഴി സീക്വൻഷ്യലായിട്ട് അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ഒരു സ്ട്രാൻഡ് ഇപ്പം ഡോണർ സെല്ലിലും ഒരു സ്ട്രാൻഡ് റെസിപ്പിയൻ സെല്ലിലുമായി. റോളിംഗ് സർക്കിൾ മെക്കാനിസം ഓഫ് DNA replication. The transfer of F factor from F positive cell to F negative cell is coupled with DNA replication by rolling circle mechanism in both cells. In an F negative cell, the newly drawn single strand acts as a template for the formation of its complementary strand in 5' to 3' direction. Single stranded F factor that still remains in the donor serves as a template for the synthesis of the missing strand. Both the donor and the recipient cells are then F positive cells. അപ്പം ഇപ്പോൾ രണ്ട് എഫ് പോസിറ്റീവ് സെല്ലിലും എഫ് നെഗറ്റീവ് സെല്ലിലും ഒരു എഫ് ഫാക്ടറിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന എഫ് ഫാക്ടർ ഡബിൾ സ്റ്റാൻഡേർഡായി മാറണം. അപ്പോൾ നമുക്കറിയാം DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ആ മെക്കാനിസത്തിന് റോളിംഗ് സർക്കിൾ മെക്കാനിസം എന്നാണ് ബാക്ടീരിയയിൽ പറയുന്നത്. അപ്പോൾ റോളിംഗ് സർക്കിൾ മെക്കാനിസം ഓഫ് DNA റെപ്ലിക്കേഷൻ വഴി എഫ് പോസിറ്റീവ് സെല്ലിലും എഫ് നെഗറ്റീവ് സെല്ലിലും ഉള്ള ഓരോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് കോംപ്ലിമെൻ്ററി ഡോട്ടർ DNA സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം എഫ് നെഗറ്റീവ് സെല്ലിൽ ഇപ്പോൾ പുതിയതായിട്ട് ഡ്രോൺ ചെയ്ത് വരിക എന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന
അത് അഴിഞ്ഞ് അതിൽ കോഞ്ചുഗേഷൻ ട്യൂബിലൂടെ പുതിയതായിട്ട് കയറി വന്ന ആ സിംഗിൾ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിനെ 5' to 3' ഡിറക്ഷനിൽ സിന്തസൈസ് ചെയ്യും. എപ്പോഴും DNA സിന്തസിസ് നടക്കുന്നത് 5' നിന്നും 3' ഡയറക്ഷനിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് F നെഗറ്റീവ് സെല്ലിൽ സിന്തസൈസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ എഫ് പോസിറ്റീവ് സെല്ലിലും അത് ഒരു സ്ട്രാൻഡേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനും ഇന്നറായിട്ടുള്ള സ്ട്രാൻഡുണ്ട്. ആ ഇന്നർ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്, അതായത് മിസ്സിംഗ് സ്ട്രാൻഡ് എഫ് പോസിറ്റീവ് സെല്ലിലും അല്ലെങ്കിൽ ഡോണർ സെല്ലിലും സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഇപ്പം എഫ് പോസിറ്റീവ്, എഫ് നെഗറ്റീവ്, ഡോണർ ആൻഡ് റെസിപ്പിയൻറ്റ്, അതിന് രണ്ടിനും ഇപ്പം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലർ എഫ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് സെല്ലും ഇപ്പം ഈ റോളിംഗ് സർക്കിൾ DNA റെപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് രണ്ട് സെല്ലും ഇപ്പം എഫ് പോസിറ്റീവ് സെല്ലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം കോഞ്ചുഗേഷൻ വഴി കിട്ടുന്ന സ്ട്രാൻഡ് ഇരട്ടിപ്പിച്ച് കഴിയുമ്പോഴാണ് എഫ് നെഗറ്റീവ് സെല്ല് എഫ് പോസിറ്റീവ് സെല്ലായിട്ട് മാറുന്നത്. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലർ DNA അത് ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആക്കി കഴിയുമ്പോൾ എഫ് നെഗറ്റീവ് സെല്ല് എഫ് പോസിറ്റീവ് സെല്ലായിട്ട് മാറി. ഓൾറെഡി എഫ് പോസിറ്റീവ് ആയിരുന്ന സെല്ലിൽ ഒരു സ്ട്രാൻഡ് എഫ് നെഗറ്റീവിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് അതിന് ആ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണം. അപ്പോൾ അവിടെയും റോളിംഗ് സർക്കിൾ മെക്കാനിസം വഴി DNA റെപ്ലിക്കേഷൻ നടക്കുന്നു. അപ്പം കോഞ്ചുഗേഷൻ്റെ ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഡോണർ അത് എഫ് പോസിറ്റീവാണ്. അതിൽ എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എഫ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. തൊട്ട് ലെഫ്റ്റിലായിട്ട് കാണിച്ചേക്കുന്ന റെഡിഷ് കളറിൽ കാണിച്ചേക്കുന്നത് ബാക്ടീരിയൽ ക്രോമസോം അല്ലെങ്കിൽ ബാക്ടീരിയൽ DNA ആണ്. അപ്പോൾ ഡോണർ സെല്ലിന് എഫ് പ്ലാസ്മിഡ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ റെസിപ്പിയൻ്റ് സെല്ലുമായിട്ട് കണക്ഷൻ വരാനായിട്ട് സെക്സ് പില്ലി അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അപ്പൻഡേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ സഹായത്തോടു കൂടി ഇത് എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് വരും. എഫ് നെഗറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത നോക്കി, അവിടെ എഫ് ഫാക്ടർ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് കോഞ്ചുഗേഷൻ ട്യൂബ് വഴി കണക്ഷൻ വന്നു സെക്കൻഡ് സ്റ്റേജിൽ. അപ്പോൾ രണ്ടുപേരുടെയും പ്രോട്ടോപ്ലാസം തമ്മിൽ ലിങ്ക് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റേജിൽ പ്രോട്ടോപ്ലാസം തമ്മിൽ മിക്സായി ഒരു ചാനൽ ഫോം ചെയ്തിട്ട് രണ്ടിൻ്റെയും പ്രോട്ടോപ്ലാസം കണക്റ്റഡായി. പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ ഇന്നർ കണ്ടൻറ്റ് ഓഫ് ദ സെല്ലാണ്, അത് തമ്മിൽ കണക്റ്റഡായി. അപ്പം നോക്കിയേ, തേർഡ് ഡയഗ്രത്തിൽ നോക്കിയേ, ഔട്ടർ സ്ട്രാൻഡ് അത് ഒരു ചെറിയ മുറിവുണ്ടായിട്ട് ആ ഔട്ടർ സ്ട്രാൻഡ് പീൽ ഓഫ് ചെയ്ത് ഡോട്ടർ സ്ട്രാൻഡിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അങ്ങനെ എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് ആ ഒരു എഫ് പ്ലാസ്മിഡിൻ്റെ ഔട്ടർ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിൽ കട്ട് ചെയ്തിട്ട് 5' എൻഡ് മുമ്പേ അതിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരൊറ്റ സ്ട്രാൻഡ് കംപ്ലീറ്റ് കയറി കഴിയുമ്പോൾ രണ്ടിലും എന്ത് നടക്കും? ഈ റോളിംഗ് സർക്കിൾ DNA റെപ്ലിക്കേഷൻ നടന്നിട്ട് രണ്ട് സ്ട്രാൻഡും ഡബിൾ സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ രണ്ട് എഫ് ഫാക്ടറും ഡബിൾ സ്റ്റാൻഡേർഡായിട്ട് മാറി രണ്ട് സെല്ലും എഫ് പോസിറ്റീവായിട്ട് മാറി. അപ്പം രണ്ടുപേരും എഫ് പോസിറ്റീവ് ആകുമ്പോൾ രണ്ടു പേർക്കും സെക്സ് പില്ലി എന്ന് പറയുന്ന അപ്പൻഡേജ് ഉണ്ടാവും. അവർ മാർക്ക് ചെയ്തേക്കുന്നത് നോക്കി, ഓൾഡ് ഡോണർ, ന്യൂ ഡോണർ. ഇനി ഇയാൾക്ക് ഇപ്പോൾ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള എഫ് പോസിറ്റീവ് സെല്ലിന് മറ്റൊരു എഫ് നെഗറ്റീവ് സെല്ലിനെ എഫ് പോസിറ്റീവ് സെല്ലാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് കോഞ്ചുഗേഷൻ. ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് എഫ് ഫാക്ടർ. ഈ എഫ് ഫാക്ടറിന് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എഫ് ഫാക്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഇൻ മെജോറിറ്റി ഓഫ് എഫ് പോസിറ്റീവ് ബാക്ടീരിയൽ സെൽ the F factor remain outside the bacterial chromosome as autonomous cytoplasmic element. അതായത് മിക്ക ബാക്ടീരിയൽ സെല്ലിലും എഫ് ഫാക്ടർ സെല്ലിന് പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്മിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. പ്ലാസ്മിഡിൻ്റെ പ്രത്യേകതയാണ് ഓട്ടോണോമസ് ആണ്. കാരണം സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എബിലിറ്റി ഉള്ള എക്സ്ട്രാ ക്രോമസോമൽ സെഗ്മെൻ്റ് ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാസ്മിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. മെജോറിറ്റി ഓഫ് എഫ് പോസിറ്റീവ് ബാക്ടീരിയൽ സെല്ലിലും എഫ് ഫാക്ടർ എക്സിസ്റ്റ് ആസ് പ്ലാസ്മിഡ്. ഹവർ in certain F positive cell, the F factor become integrated with the main bacterial chromosome, and such a positive cell with integrated F factor are called HFR cell or high frequency recombination cell. HF cell അല്ലെങ്കിൽ HF high frequency
റീകോമ്പിനേഷൻ സെൽ അല്ലെങ്കിൽ HFR സെൽ എന്നാണ് പറയുന്നത്. അതായത് ചില എഫ് പോസിറ്റീവ് ബാക്ടീരിയകളിൽ ഈ എഫ് ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു പ്ലാസ്മിഡ് നേരെ അതിൻ്റെ ബാക്ടീരിയൽ ക്രോമസോമിനകത്ത് കയറി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടിരിക്കും, അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഇരിക്കുന്ന എഫ് പോസിറ്റീവ് സെൽസിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ അല്ലെങ്കിൽ HFR സെൽസ് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ? മിക്ക ബാക്ടീരിയകളിലും ഈ എഫ് ഫാക്ടർ അല്ലെങ്കിൽ സെക്സ് ഫാക്ടർ ബാക്ടീരിയൽ ക്രോമസോമിന് പുറത്ത് സാധാരണ പ്ലാസ്മിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ കോൺജുഗേഷൻ പഠിച്ചപ്പോൾ കണ്ടതുപോലെ 2 സ്ട്രാൻഡുള്ള എക്സ്ട്രാ ക്രോമസോമൽ സെഗ്മെൻ്റായിട്ട് ബാക്ടീരിയൽ ക്രോമസോമിന് വെളിയിൽ നിൽക്കും. എന്നാൽ ചില കേസിൽ ഈ എഫ് പ്ലാസ്മിഡ് അങ്ങനെ വെളിയിൽ നിൽക്കാതെ ബാക്ടീരിയൽ ക്രോമസോമിനകത്ത് കയറി അതിലോട് ചേർന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സെൽ അല്ലെങ്കിൽ HFR സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫ് ഫാക്ടർ ഇങ്ങനെ കയറി ബാക്ടീരിയൽ ക്രോമസോമിൽ ഇരിക്കുന്ന ആ ഒരു ഇതിനെ നമ്മൾ എപ്പിസോംസ് എന്നാണ് പറയുന്നത്. F factor capable of integrating itself into the bacterial main chromosome is also referred to as എപ്പിസോം. അപ്പോൾ എപ്പിസോം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എഫ് ഫാക്ടർ ഇറ്റ്സെൽഫ്. എഫ് ഫാക്ടറിനെ തന്നെയാണ് നമ്മൾ എപ്പിസോം എന്ന് പറയുന്നത്. പക്ഷേ ഈ എഫ് ഫാക്ടറിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻ ടു ദി ബാക്ടീരിയൽ മെയിൻ ക്രോമസോം. ബാക്ടീരിയലിൻ്റെ മെയിൻ ക്രോമസോമിൽ കയറി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കാൻ കഴിവുള്ള എഫ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന എഫ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എപ്പിസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിസോംസ്, HFR ഇതെല്ലാം സെയിം സംഭവങ്ങൾ തന്നെയാണ്. ഇൻ ദ ഇൻ്റഗ്രേറ്റഡ് സ്റ്റേറ്റ് the F factor mediate the transfer of chromosome from an HFR cell to F നെഗറ്റീവ് സെൽസ്. അപ്പോൾ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന അവസരങ്ങളിലും അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു? ഒരു HFR സെല്ലിനെ ഒരു F നെഗറ്റീവ് സെല്ലിനെ ഒരു HFR സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? ഇൻ്റഗ്രേറ്റഡ് സ്റ്റേറ്റിലും അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ ഒരു DNA ട്രാൻസ്ഫറിങ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കോൺജുഗേഷൻ വഴി അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു? DNA ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നു. ഇൻ്റഗ്രേഷൻ ഓഫ് എഫ് ഫാക്ടർ വിത്ത് ബാക്ടീരിയൽ ക്രോമസോം ടേക്സ് പ്ലേസ് റയർ. അപ്പോൾ എല്ലാ ബാക്ടീരിയയിലും എപ്പിസോംസ് കാണത്തില്ല. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ളൊരു ഫിനോമിനനാണ്. ചില ബാക്ടീരിയൽ സെൽസിൽ മാത്രം ഈ എഫ് ഫാക്ടർ പോയിട്ട് ബാക്ടീരിയൽ ക്രോമസോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സെൽസായിട്ട് അല്ലെങ്കിൽ എപ്പിസോംസ് ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ എപ്പിസോംസ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് പ്ലാസ്മിഡ് അല്ലെങ്കിൽ എഫ് ഫാക്ടർ അല്ലെങ്കിൽ സെക്സ് ഫാക്ടർ പ്ലാസ്മിഡായിട്ടിരിക്കുന്നതിന് പകരം ബാക്ടീരിയയുടെ മെയിൻ ക്രോമസോമിൽ കയറി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ ഓർ എപ്പിസോംസ്. ഇറ്റ്സ് എ റെയർ ഫിനോമിനൻ. കുറച്ചുകൂടെ HFRനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. സംടൈം എഫ് ഫാക്ടർ leaves chromosomal position in an HFR cell and the cell get converted to F positive cell. അപ്പോൾ ചില കേസിൽ ഈ HFR അങ്ങനെ ബാക്ടീരിയൽ ക്രോമസോമിൽ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയെ തന്നെ അത് ആ ബാക്ടീരിയൽ ക്രോമസോമിൽ നിന്ന് വിട്ടിറങ്ങി വീണ്ടും വന്ന് പഴയതുപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആയിട്ട് പുറത്തിരിക്കും. അപ്പോൾ അതെന്തായി? HFR സെല്ലിൽ നിന്നും മാറി F പോസിറ്റീവ് സെൽ എന്നുള്ള ലേബൽ മാത്രമായി. The site at which the integration between the F factor and the bacterial chromosome occurs are specific segments of DNA known as insertion sequence. അപ്പം ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ എവിടെയും കയറി HFR സെൽസ് ഇരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ HFR എപ്പിസോംസിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കത്തില്ല. ചില പർട്ടിക്കുലർ പോർഷൻസിൽ മാത്രമേ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യത്തുള്ളൂ. സെക്സ് ഫാക്ടർ പോയിട്ട് ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ചില പർട്ടിക്കുലർ സൈറ്റുകളിൽ മാത്രമേ ഇൻ്റഗ്രേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള സീക്വൻസിനെ നമ്മൾ ഇൻസേർഷൻ സീക്വൻസ് എന്നാണ് പറയുന്നത്. ഇൻ ആൻ HFR സെൽ എഫ് ഫാക്ടർ ഈസ് റെപ്ലിക്കേറ്റഡ് പാസീവ്ലി അലോങ് വിത്ത് ദ റെപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയൽ ക്രോമസോം. അപ്പോൾ ഒരു HFR സെല്ലിൽ ഇങ്ങനെ HFRൻ്റെ പ്രത്യേകത എന്താ? എപ്പിസോം ഈസ് ഓൾറെഡി ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദി ബാക്ടീരിയൽ ക്രോമസോം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്ടീരിയൽ ക്രോമസോം റോളിംഗ് സർക്കിൾ മെക്കാനിസം വഴി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന എല്ലാ അവസരങ്ങളിലും ഈ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എപ്പിസോംസ് അല്ലെങ്കിൽ HFR സെല്ലും റെപ്ലിക്കേറ്റ് ചെയ്യും. ഡ്യൂറിങ് കോൺജുഗേഷൻ ദ എഫ് ഫാക്ടർ ട്രാൻസ്ഫേഴ്സ് പാർട്ട് ഓഫ് ഇറ്റ്സെൽഫ് ആൻഡ് പാർട്ട് ഓഫ് വൺ ഓർ ഓൾ ദ ബാക്ടീരിയൽ ക്രോമസോം സ്ട്രാൻഡ് ടു ദി റെസിപ്പിയൻ സെൽ. അപ്പോൾ ഇങ്ങനെയുള്ള HFR സെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് കോൺജുഗേഷന് വിധേയമാകാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് കോൺജുഗേഷന് വിധേയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ HFR മാത്രമായിരിക്കത്തില്ല
ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ പാർട്ടും അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോമിനെ മൊത്തത്തിലും മറ്റൊരു റെസിപ്പിയൻ സെല്ലിലേക്ക് കോഞ്ചുഗേഷൻ കനാൽ വഴി പാസ് ചെയ്യാനുള്ള കഴിവ് ഈ HFR സെൽസിനുണ്ടായിരിക്കും. സാധാരണ നമ്മൾ നേരത്തെ സാധാ കോഞ്ചുഗേഷൻ പഠിച്ചപ്പം നമ്മുടെ എഫ് ഫാക്ടർ മാത്രമേ ഡോണർ സെല്ലിൽ നിന്ന് റെസിപ്പിയൻ സെല്ലിലേക്ക് പോകത്തുള്ളൂ. ഇനി ഒരു HFR സെല്ലാണ് കോഞ്ചുഗേഷന് വിധേയമാകുന്നതെങ്കിൽ HFRൻ്റെ പ്രത്യേകത ഓൾറെഡി അത് ബാക്ടീരിയയുടെ മെയിൻ ക്രോമസോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ എപ്പിസോമിനൊപ്പം അല്ലെങ്കിൽ എഫ് ഫാക്ടറിനൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കുറച്ച് പോർഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോം മൊത്തമായിട്ടോ റെസിപ്പിയൻ സെല്ലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. During conjugation, the F factor transfers part of itself and part of one or all the bacterial chromosome strand to the recipient cell. ഒന്നുകിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ഒരു പാർട്ട് റെസിപ്പിയൻ സെല്ലിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു സ്ട്രാൻഡ് വിട്ടു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ക്രോമസോം ട്രാൻസ്ഫർ ബൈ ദ ഡോണർ സെൽ ഈസ് കംപ്ലീറ്റ്, ദ ഇൻ്റഗ്രേറ്റഡ് ഫാക്ടർ ഈസ് ട്രാൻസ്മിറ്റഡ് അലോങ് വിത്ത് ദ ബാക്ടീരിയൽ ക്രോമസോം. അപ്പം ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആണെങ്കിൽ എന്ത് പറ്റുന്നു? ഈ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എഫ് ഫാക്ടറിനോടൊപ്പം ഈ ഡോണറിൻ്റെ ഫുൾ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ഒരു സ്ട്രാൻഡ് റെസിപ്പിയൻറ്റിന് കിട്ടുന്നു. Then the recipient chromosome recombines with the F portion of the donor chromosome and get converted into an HFR cell. അപ്പോൾ എന്ത് പറ്റുന്നു? ഡോണർ സെല്ലിൽ നിന്നും ഫുള്ളായിട്ട് ഒരു എപ്പിസോം അടക്കമുള്ള ഒരു ബാക്ടീരിയൽ ക്രോമസോം റെസിപ്പിയൻ സെല്ലിന് കിട്ടി. ഓൾറെഡി അതിൻ്റെ ബാക്ടീരിയൽ ക്രോമസോം ഉണ്ട്, അതിനോടൊപ്പം തന്നെ മറ്റേ ബാക്ടീരിയയുടെ ക്രോമസോമും അതിൻ്റെ എപ്പിസോമും കൂടെ കിട്ടി. അപ്പോൾ അതും എന്തായിട്ട് മാറി? ഒരു പുതിയ HFR സെല്ലായിട്ട് മാറി. If the transfer is incomplete, the recipient may not get the F factor and still remain as F negative condition. ഇനി ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ, അതായത് എഫ് ഫാക്ടറിൻ്റെ ആ ഒരു പോർഷൻ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ സെല്ല് റെസിപ്പിയൻ സെല്ല് F നെഗറ്റീവായിട്ട് തന്നെ തുടരും. അപ്പം എപ്പോഴാണോ അതിൻ്റെ എപ്പിസോം പാർട്ട് കോപ്പി ചെയ്ത് അപ്പുറത്തെ സ്ട്രാൻഡിൽ കിട്ടുന്നത്, കോപ്പി ചെയ്തല്ല റിലീസ് ചെയ്ത് അപ്പുറത്തെ സ്ട്രാൻഡിന് കിട്ടുന്നത്, അപ്പം മാത്രമേ ആ സെല്ല് F പോസിറ്റീവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കുറച്ച് പോർഷൻ കിട്ടിയതുകൊണ്ട് റെസിപ്പിയൻ സെൽ ഒരിക്കലും F പോസിറ്റീവ് ആവത്തില്ല. F പോസിറ്റീവ് ആവണമെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ പാർട്ടിനൊപ്പം തന്നെ F പോസിറ്റീവും എഫ് ഫാക്ടറൂടെ F നെഗറ്റീവ് സെല്ലിന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ HFR സെല്ലിന് കോഞ്ചുഗേഷന് വിധേയമാകുന്ന സമയത്ത് എപ്പോഴും F നെഗറ്റീവ് സെൽ F പോസിറ്റീവ് സെൽ ആയിക്കൊള്ളണം എന്നില്ല. HFR സെല്ല് ആണ് F പോസിറ്റീവ് സെല്ല് ഇവിടെ. ആ HFR സെല്ല് മറ്റേടത്ത് HFR ആവണമെന്നുമില്ല. ചില കേസിൽ മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ നടക്കുവാണെങ്കിൽ ഈ സെല്ലിനൊപ്പം തന്നെ F പോസിറ്റീവ് HFR സെല്ലിനൊപ്പം തന്നെ മറ്റേ സെൽ F നെഗറ്റീവ് ആയിട്ടുള്ളത് F പോസിറ്റീവ് HFR സെല്ലായിട്ട് മാറും. അപ്പോൾ ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നതെങ്കിൽ F പോസിറ്റീവ് സെല്ല് F നെഗറ്റീവ് സെൽ F നെഗറ്റീവ് സെല്ലായിട്ട് തന്നെ നിലനിൽക്കത്തുള്ളൂ. ഡോണർ ക്രോമസോം ദാറ്റ് ഈസ് ഇൻ the process of transfer to a recipient break along its length, and in such cases the transfer is incomplete. അപ്പം ട്രാൻസ്ഫർ ഇൻകംപ്ലീറ്റ് ആവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഡോണർ ക്രോമസോം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയിപ്പോവും. അപ്പോൾ ബ്രേക്ക് ആയി പോകുമ്പോൾ ആ ബ്രേക്ക് ആയി പോകുന്നതിന് മുമ്പുള്ള പോർഷൻ മാത്രമേ റെസിപ്പിയൻറ്റിന് കിട്ടത്തുള്ളൂ. ആ സമയത്ത് ആ ട്രാൻസ്ഫർ ഇൻകംപ്ലീറ്റ് ആവാം. അപ്പം ഒരിക്കലും മറ്റേ സെൽ HFR പോസിറ്റീവ് ആവത്തില്ല, ചിലപ്പം F പോസിറ്റീവ് പോലും ആവത്തില്ല. ഓക്കെ. അപ്പം HFR സെല്ലിൻ്റെ ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കോഞ്ചുഗേഷൻ വഴി എങ്ങനെയാണ് HFR സെല്ല് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. മിക്ക കേസിലും HFR സെൽസ് F പോസിറ്റീവ് അല്ലെങ്കിൽ HFR പോസിറ്റീവ് സെൽസ് ഒരു F നെഗറ്റീവ് സെല്ലിനെ HFR പോസിറ്റീവ് സെൽസ് ആക്കാൻ പറ്റും. അങ്ങനെ ആക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ക്രോമസോമും അതുപോലെ എപ്പിസോംസിനെ F നെഗറ്റീവ് സെൽസിന് കൊടുത്തിട്ട് അതിനെ HFR പോസിറ്റീവായിട്ട് മാറ്റും. എന്നാൽ ചില അവസരങ്ങളിൽ HFR പോസിറ്റീവ് സെൽസ് അല്ലെങ്കിൽ HFR സെൽസ് F നെഗറ്റീവ് സെൽസുമായിട്ട് കോഞ്ചുഗേഷന് വന്നു കഴിയുമ്പം ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ബ്രേക്ക് വന്നിട്ട് ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ റെസിപ്പിയൻറ്റിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ആ F നെഗറ്റീവ് സെൽ F പോസിറ്റീവ് സെൽ ആവുന്നില്ല. ഓക്കെ.
അതാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫറും ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫറും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. കംപ്ലീറ്റ് ട്രാൻസ്ഫറിൽ ബാക്ടീരിയൽ ക്രോമസോം എൻറ്റയർ അലോങ് വിത്ത് എപ്പിസോം ഇസ് ബീൻ റിസീവ്ഡ് ടു ദ റെസിപ്പിയൻറ്റ് സെൽ സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം ആൻ HFR പോസിറ്റീവ് സെൽ. ഇൻ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് transfer, sometimes only a portion of the bacterial chromosome is get transferred to the recipient cell. So it doesn't mean that it will become a F positive or HFR positive cell. Diploid zygote. The breakage occurs randomly throughout the length of the chromosome. Longer the chromosome that is being transferred, the more points along its length that are breakable and greater the chance of incomplete transfer. അതായത് ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ലെങ്തിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ബ്രേക്കേജ് സംഭവിക്കുന്നത്. അപ്പം ബ്രേക്കേജ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ഏത് പോർഷനിൽ വെച്ച് വേണമെങ്കിലും ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഉണ്ടാവാം. അങ്ങനെ ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും നടക്കുക. ഡ്യൂറിങ് ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ ദ F നെഗറ്റീവ് സെൽ റിസീവ് ദ F ഫാക്ടർ ആസ് വെൽ ആസ് അനദർ സെറ്റ് ഓഫ് ക്രോമസോമൽ ജീൻസ് ഫ്രം ദ HFR ഡോണർ സെൽ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് F നെഗറ്റീവ് സെൽസിന് F ഫാക്ടറും കിട്ടും, പിന്നെ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കംപ്ലീറ്റ് സെറ്റും കിട്ടും. അപ്പോൾ ഒരു HFR ഡോണർ സെല്ലിൽ നിന്നും അതിൻ്റെ ബാക്ടീരിയൽ ക്രോമസോം എലോങ് വിത്ത് എപ്പിസോംസ് F നെഗറ്റീവ് സെൽസിന് കിട്ടി. ദ ട്രാൻസ്ഫോംഡ് സെൽ ഈസ് നൗ കോൾഡ് എ ഡിപ്ലോയിഡ് സൈഗോട്ട്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഹാവിങ് ഇറ്റ്സ് ഓൺ ബാക്ടീരിയൽ ക്രോമസോം. അതിൻ്റെ ബാക്ടീരിയൽ ക്രോമസോം അതിനുണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയതായിട്ട് HFR സെല്ലിൻ്റെ ബാക്ടീരിയൽ ക്രോമസോമും കൂടെ കിട്ടി. അപ്പോൾ അതെന്തായി? ഡിപ്ലോയിഡായി അല്ലേ? ക്രോമസോമിൻ്റെ 2n കണ്ടീഷനായിട്ട് ഇരിക്കുകയാണ്. During incomplete transfer, only a part of the donor chromosome is transferred to the recipient, and recipient is diploid for some of the donor and the recipient genes. അപ്പം ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഈ റെസിപ്പിയൻ്റ് സെല്ലിന് ഡോണർ സെല്ലിൽ നിന്ന് കുറച്ച് മാത്രമേ ഡോണറിൻ്റെ ബാക്ടീരിയൽ ക്രോമസോം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കിട്ടിയതിന് മാത്രമായിരിക്കും ഇയാൾ ഡിപ്ലോയിഡ്, ബാക്കിയുള്ളതിന് ഇയാൾ ഹാപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെയുള്ള സർക്കംസ്റ്റൻസസ്, അതായത് ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആ ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷമുള്ള ആ റെസിപ്പിയൻ സെല്ലിനെ നമ്മൾ പാർഷ്യൽ സൈഗോട്ട് അല്ലെങ്കിൽ മീറോ സൈഗോട്ട് എന്നായിരിക്കും പറയുക. കാരണം എന്താ? ഇറ്റ് റിസീവ്സ് സം ഓഫ് ദ ബാക്ടീരിയൽ ക്രോമസോം. ചില ബാക്ടീരിയൽ ക്രോമസോം കുറച്ച് ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ഭാഗത്തിന് ജീൻസിന് ഇയാൾ എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. മനസ്സിലായപ്പോൾ അങ്ങനെ പാർഷ്യൽ സൈഗോട്ട് അല്ലെങ്കിൽ മീറോ സൈഗോട്ട് എന്ന് പറയും. അപ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു HFR പോസിറ്റീവ് സെല്ല് ഒരു F നെഗറ്റീവ് സെല്ലുമായിട്ട് കോഞ്ചുഗേഷൻ വിധേയമായി കഴിഞ്ഞാൽ ഡോണറായിട്ടുള്ള HFR പോസിറ്റീവ് സെല്ലിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ക്രോമസോമും F ഫാക്ടർ അതായത് എപ്പിസോംസൂടെ എന്താണ് F നെഗറ്റീവ് സെല്ലിലേക്ക് വരികയാണെങ്കിൽ ഈ റിസിപ്പിയൻ്റ് ആയിട്ടുള്ള F നെഗറ്റീവ് സെല്ലും എന്തായിട്ട് മാറി? HFR സെല്ലായിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ HFR സെല്ലിൽ ഇപ്പോൾ എന്തുകൊണ്ട്? അയാൾക്ക് സ്വന്തമായിട്ടൊരു ബാക്ടീരിയൽ ക്രോമസോം ഉണ്ടായിരുന്നു, F ഫാക്ടർ ഉള്ളായിരുന്നു, ഇല്ലാഞ്ഞത്. അപ്പോൾ ആ ബാക്ടീരിയൽ ക്രോമസോമിനൊപ്പം തന്നെ ഡോണറിൻ്റെ ബാക്ടീരിയൽ ക്രോമസോമും F ഫാക്ടറൂടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സെറ്റ് ബാക്ടീരിയൽ ക്രോമസോം അയാൾക്കുള്ളത് കൊണ്ട് അയാളെ ഡിപ്ലോയിഡ് സൈഗോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആണ്. ഇനി ഒരു ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നതെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോമിന് ഇടയ്ക്ക് ഡോണറിൻ്റെ ബാക്ടീരിയൽ ക്രോമസോമിന് ഇടയ്ക്ക് ബ്രേക്കേജ് വന്നതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് ട്രാൻസ്ഫർ നടന്നത്. അപ്പോൾ ആ ബ്രേക്കേജ് വരുന്നതിന് മുമ്പുള്ള ജീൻസുകളെല്ലാം റിസിപ്പിയൻറ്റിന് കിട്ടും. അപ്പോൾ ചില ജീൻസിന് റിസിപ്പിയൻ്റ് എന്തായി? ഡിപ്ലോയിഡായി. അപ്പോൾ 2 സെറ്റും ഡോണറിൽ നിന്നുള്ള കുറച്ച് ജീൻസ് കിട്ടി, അയാൾക്ക് സ്വന്തമായിട്ടും കുറച്ച് ജീൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഡിപ്ലോയിഡായി. അപ്പോൾ അതുകൊണ്ട് അതിനെ പാർഷ്യൽ സൈഗോട്ട് അല്ലെങ്കിൽ മീറോ സൈഗോട്ട് എന്ന് പറയും. ഓക്കെ, അതാണ് ഡിപ്ലോയിഡ് സൈഗോട്ട് ആൻഡ് പാർഷ്യൽ ഓർ മീറോ സൈഗോട്ട്. അപ്പോൾ ഇതാണ് HFR കോഞ്ചുഗേഷൻ്റെ ഡയഗ്രാമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു HFR സെല്ല് ഒരു F നെഗറ്റീവ് സെല്ലുമായിട്ട് കോഞ്ചുഗേഷന് വരികയാണ്. അപ്പം ആദ്യം കാണിച്ചേക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാം HFR സെല്ല്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം നോക്കിയേ, അതിനകത്ത് വെളിയിലല്ല പ്ലാസ്മിഡ്, നമ്മുടെ എപ്പിസോമായിട്ടാണ് അവിടെ പ്ലാസ്മിഡ് ഇരിക്കുന്നത്. നോക്കിയേ, അപ്പം ബാക്ടീരിയൽ ക്രോമസോമാണ് റൗണ്ടിൽ കാണിച്ചേക്കുന്നത്, ബ്ലാക്ക് കളേർഡ് വൺ. അതിൽ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നതാണ് എപ്പിസോം എന്ന് പറയുന്നത്. അതായത് F ഫാക്ടറാണ് എപ്പിസോമായിട്ട് ബാക്ടീരിയൽ ക്രോമസോമിനകത്താണ് ഇരിക്കുന്നത്. ഇനി അതിനകത്ത് F നെഗറ്റീവ് സെല്ല് നോക്കിയേ, F നെഗറ്റീവ് എന്നാണ്.
എഫ് നെഗറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ക്രോമസോം ഉണ്ട്, പച്ച നിറത്തിൽ കാണിച്ചേക്കുന്നത്. അവിടെ പക്ഷേ അതിനകത്ത് എപ്പിസോംസ് ഒന്നുമില്ല, അതിനകത്ത് എഫ് ഫാക്ടറും സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് എഫ് നെഗറ്റീവ് സെല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കോഞ്ചുഗേഷൻ ട്യൂബ് FGFR സെല്ലിൽ നിന്ന് എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, പ്രോട്ടോപ്ലാസം തമ്മിൽ മീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നിന്നും ബാക്ടീരിയൽ ക്രോമസോം റോളിംഗ് സർക്കിൾ മെക്കാനിസം, അത് അതിൻ്റെ 5' കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ട് കയറുക. അതേസമയം അറ്റ് എ ടൈം തന്നെ ഇവിടെ ഡോണർ സെല്ലിൽ എന്തോ ഉണ്ടാവുന്നുണ്ട്, റോളിംഗ് സർക്കിൾ മെക്കാനിസം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നത്. മനസ്സിലായോ? ഇതൊന്നും ഒത്തിരി സമയമെടുക്കുന്ന പ്രോസസ്സല്ല. ഇവിടെ നിന്ന് ഒരു സ്ട്രാൻഡ് അഴിഞ്ഞു പോകുന്ന അതേ നിമിഷം തന്നെ ഇവിടെ റോളിംഗ് സർക്കിൾ മെക്കാനിസം വഴി റെപ്ലിക്കേഷൻ നടന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സർക്കിൾ മുറിഞ്ഞു പോകുന്നതായിട്ട് തോന്നാത്തത്, എൻ്റെയറായിട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സ്ട്രാൻഡ് ഇവിടെ നിന്ന് പീൽ ഓഫ് അല്ലേ അങ്ങനെ അഴിഞ്ഞ് എവിടെയാണ് HFR അല്ല എഫ് നെഗറ്റീവ് സെല്ലിലേക്ക് പോകുന്നു. ഇനി അടുത്ത് നോക്കിയാൽ റൈറ്റ് സൈഡിലെ ഡയഗ്രാമാണ് നോക്കേണ്ടത്. അവിടെ നോക്കിയേ, അവിടെ അങ്ങനെ അഴിഞ്ഞു പോകുമ്പം ആ ഒരു എപ്പിസോമിൻ്റെ പാർട്ട് കംപ്ലീറ്റ് കിട്ടി. ഏകദേശം പകുതി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിങ്ങനെ പീൽ ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബാക്ടീരിയൽ ക്രോമസോം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിന് ഈ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കുറച്ച് പോർഷനും കിട്ടി, എപ്പിസോമിൻ്റെ കുറച്ച് പോർഷനും കിട്ടി. ഓക്കെ, അപ്പം അത് അത്രയും പോർഷൻ കിട്ടിയപ്പം എങ്ങനെയാണ് ഫ്രാഗ്മെൻറ്റ് ഓഫ് ഡോണർ DNA ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദി റെസിപ്പിയൻ ക്രോമസോം. അപ്പോൾ റെസിപ്പിയൻ ക്രോമസോമിലേക്ക് കുറച്ച് ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ DNA കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ആ പച്ച ക്രോമസോമിനകത്തിൽ, പച്ചയായിരുന്നു റെസിപ്പിയൻറ്റിൻ്റെ ക്രോമസോം, അതിലേക്ക് കുറച്ച് എന്തോ കിട്ടിയിട്ടുണ്ട്, റെസിപ്പിയൻറ്റിൻ്റെ എപ്പിസോമിൻ്റെ കുറച്ച് ഭാഗവും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കുറച്ച് ഭാഗവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇതൊരു HFR സെല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? കംപ്ലീറ്റ് ആയിട്ട് അതിന് എപ്പിസോംസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോംസോ കിട്ടിയിട്ടില്ല. പക്ഷേ അതിന് പകരം ഇതിനെ നമുക്കൊരു പാർഷ്യൽ സൈഗോട്ട് അല്ലെങ്കിൽ മീറോ സൈഗോട്ട് എന്ന് പറയാം. കാരണം എപ്പിസോമിൻ്റെ എഫ് ഫാക്ടറിൻ്റെ കുറച്ച് പോർഷനും കിട്ടിയിട്ടുണ്ട്, എഫ് നെഗറ്റീവ് സെല്ല് പിന്നെ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കുറച്ച് പോർഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എഫ് പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എപ്പിസോമിൻ്റെ കുറേ പാർട്ട് അതിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പാർഷ്യൽ സൈഗോട്ട് അല്ലെങ്കിൽ മീറോ സൈഗോട്ട് എന്ന് പറയുന്നത്. ഇത് എഫ് പോസിറ്റീവ് ആണെങ്കിൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ ഇരിക്കുന്ന ആ എഫ് ഫാക്ടർ ഇതിന് മറ്റൊരു ഡോണർ സെല്ലിലേക്ക് കൊടുക്കാൻ പറ്റും. ഇനി എപ്പോഴാണ് ഇത് എഫ് പോസിറ്റീവ് ആകുന്നത്? ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ എപ്പിസോമിൻ്റെ ആ റെഡിഷ് പാർട്ട് കംപ്ലീറ്റ് ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? എഫ് പോസിറ്റീവ് സെല്ലായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഞ്ചുഗേഷൻ. നമ്മൾ കോഞ്ചുഗേഷൻ പഠിച്ചു, എപ്പിസോംസ് HFR കോഞ്ചുഗേഷൻ. ഇത്രയാണ് ഇന്ന് പഠിച്ചത്. താങ്ക് യു.